ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന മാംഗോ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കതെങ്ങനെ റെഡിയാക്കുന്നു, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് സോക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ 10 ഗ്രാമിൻ്റെ ചൈന ഗ്രാസാണ് എടുത്തിട്ടുള്ളത്. അതൊരു ബൗളിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇതാ ചൈന ഗ്രാസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരക്കപ്പ് നല്ല തണുത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് കുറച്ച് ടൈം ഒന്ന് സോക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഇതാ ഞാൻ മിക്സീൻ്റെ ജാറിലോട്ട് ഒരു വലിയ മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് തൊലി കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു മാങ്ങൻ്റെ മധുരം അനുസരിച്ചിട്ട് വേണം പഞ്ചസാര ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. വെള്ളം ആഡ് ചെയ്യാണ്ടാണ് നമ്മളിത് റെഡിയാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ആയിരിക്കും ഉണ്ടാവാം. നന്നായിട്ട് മിക്സിയിൽ പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ. ഇനി ഞാൻ ഇതൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഇവിടെ ഞാൻ ഒരു പാനിൽ നമ്മുടെ ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റാക്കിയിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു പാനും കൂടി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു പാനിലേക്ക് നമുക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് കണ്ടൻസ് മിൽക്കാണ്. അപ്പോൾ ഇവിടെ ഞാൻ 1/2 ടിന്ന് കണ്ടൻസ് മിൽക്ക് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങളുടെ കയ്യിൽ ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ഇതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നമ്മളൊരു പുഡിങ്ങിന് ടേസ്റ്റ് കൂടും. അതുകൊണ്ടാണ് ഞാനിവിടെ കണ്ടൻസ് മിൽക്ക് എടുത്തത്. ഇനി നിങ്ങൾക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് പഞ്ചസാര വെച്ചിട്ട് ഈ ഒരു പുഡിങ് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ ചൈന ഗ്രാസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇത് നമ്മൾ ഈ ഒരു പാലിൻ്റെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഇതാ നമ്മുടെ ചൈന ഗ്രാസും പാലും നന്നായിട്ട് ബോയിലായിട്ട് വരുന്നുണ്ട്. ഇനി ഇത് കുറച്ചും കൂടി ഒന്ന് ബോയിലായിട്ട് കുറച്ചും കൂടി ഒന്ന് കുറുകി വരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മാംഗോൻ്റെ പൾപ്പ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഒരു പുഡിങ് കുറച്ചും കൂടി ഒന്ന് കളറാകാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഫുഡ് കളർ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ യെല്ലോ കളർ എടുത്തിട്ടുള്ളത്, നമ്മൾ മാംഗോ പുഡിങ് എല്ലാം റെഡിയാക്കുന്നത്. അപ്പോൾ യെല്ലോ കളറാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് ഒരു പുഡിങ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ് തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്